കുഞ്ഞുങ്ങളെ OPDയിൽ കൊണ്ടുവരുന്ന മിക്ക മാതാപിതാക്കളുടെയും കംപ്ലയിൻറ്റ്സ് കുഞ്ഞ് വായ തുറന്നുറങ്ങുന്നു, കൂർക്കം വലിക്കുന്നു, രാവിലെ എണീക്കുമ്പോൾ ഭയങ്കരമായ വായനാറ്റം ഉണ്ടാകുന്നു, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വിട്ടുമാറാത്ത കഫ്കെട്ട്, പിന്നെ ചെവി കേൾവിക്കുറവ്, വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഇതെല്ലാം യൂഷ്വലി മൂക്കിൻ്റെ ബാക്കിലുള്ള ഒരു ദശ, അഡിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ദശയുടെ സ്വെല്ലിംഗ് കൊണ്ടാവാൻ സാധ്യതയുണ്ട്. യൂഷ്വലി പാരൻസ് കംപ്ലയിൻറ്റ് ചെയ്യുക കുട്ടി വായ തുറന്നു വെച്ച് ഉറങ്ങുന്നു എന്നുള്ളതാണ്. വായ തുറന്നു വെച്ച് ഉറങ്ങുന്നത് കൊണ്ട് വായ ഡ്രൈ ആയി പോവുകയും ഓറൽ ക്യാവിറ്റിയിൽ ഭയങ്കരമായ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ വായനാറ്റം ഉണ്ടാവുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളം കുഞ്ഞുങ്ങൾ വായ തുറന്ന് ഉറങ്ങുമ്പോൾ മുൻഭാഗത്തെ പല്ലുകൾ കേടാവാനും പിന്നെ രണ്ടാമത് വരുന്ന പല്ലുകൾ നിരതെറ്റി വരാനും എല്ലാം സാധ്യതയുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറാൻ സാധ്യതയുണ്ട്. അതായത് ഈ മുൻഭാഗം കൂർത്ത് മുന്നോട്ട് വരികയും കണ്ണുകൾ കുഴിഞ്ഞുള്ളിലേക്ക് പോവുകയും ചെയ്യും. ഇതിന് അഡിനോയിഡ് ഫേഷ്യസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി അത് സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉള്ള കുഞ്ഞുങ്ങൾ യൂഷ്വലി കൂർക്കം വലിക്കാറുണ്ട്. അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ കൂർക്കം വലിക്കുന്നത് മൂക്കിൻ്റെ ബാക്ക് സൈഡിൽ നെയ്സോഫാരിങ്സിൽ, അവിടെയാണ് ഈ അഡിനോയിഡ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ നെയ്സോഫാരിങ്സിൻ്റെ 50 മുതൽ 75% വരെ ബ്ലോക്ക് ആകുമ്പോൾ ശ്വാസം പോകുന്ന ഭാഗത്ത് മസിൽസ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യാനും അതിൻ്റെ സൗണ്ടാണ് ഈ സ്നോറിംഗ് ആയിട്ട് നമ്മൾ കേൾക്കാറുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഇൻഹേൽ ചെയ്യുന്ന എയറിൽ ഓക്സിജൻ വളരെ കുറയുകയും കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കാൻ സാധ്യതയും ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാത്തത് കാരണം ഡേ ടൈമിൽ ഭയങ്കരമായ ക്ഷീണം അനുഭവിക്കുകയും ടിപ്പിക്കലി ടീച്ചേഴ്സൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. കുട്ടി ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുകയാണ്, കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് യൂഷ്വലി നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നെല്ലാം കിട്ടാറുണ്ട്. ഇത് യൂഷ്വലി കുഞ്ഞുങ്ങളുടെ ഉറക്കം കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ്. ഈ നെയ്സോഫാരിങ്സിൽ ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാകുമ്പോൾ അത് യൂഷ്വലി മൂക്കിന്ന് ചെവിയിലേക്ക് തുറക്കുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് പോയി അത് വളർന്നു നിൽക്കുമ്പോൾ ആ യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഓപ്പണിംഗ് ബ്ലോക്കായി പോവുകയും കുഞ്ഞുങ്ങളിൽ സീറസ് ഓട്ടൈറ്റിസ് മീഡിയ അതർവൈസ് ഗ്ലൂ ഇയർ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കേൾവിക്കുറവുണ്ടാവാൻ സാധ്യത. അത് ഇനീഷ്യൽ ഡേയ്സിൽ നമുക്കത് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് പിന്നീട് സ്പീച്ച് ഡെവലപ്മെൻറ്റിനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ ഗ്ലൂ ഇയർ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയും പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അഡിനോയിഡ്സ് ഹൈപ്പർട്രോഫി അഥവാ സ്വെല്ലിംഗ് കൊണ്ട് മൂക്കിൻ്റെ ബാക്ക് സൈഡ് ബ്ലോക്ക് ആവുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ അഡിനോയിഡ്സ് ഒരു ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് മൂക്കിൻ്റെ ബാക്കിൽ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടെ ജലദോഷം വരികയും അത് വിട്ടുമാറാതെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും പിന്നെ വിട്ടുമാറാത്ത കഫക്കെട്ടിലേക്കെല്ലാം അത് പോവുകയും ചെയ്യുന്നത്.